ഓൾമോസ്റ്റ് എനിക്ക് പറയാം എൻ്റെ ഒരു ലൈഫായിട്ട് ഭയങ്കര മാച്ചിങ്ങാണ്. ഈ സിനിമാക്കാരനായില്ല എന്നേ ഉള്ളൂ. അത് സിനിമാക്കാരനാവോ അറിയില്ല. ഈ സ്ട്രഗിൾസ് ഇല്ലേ, അതായത് ഞാൻ ചോദിച്ച് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടല്ല എനിക്ക് വീഡിയോ ക്യാമറ കിട്ടിയത്. എൻ്റെ വീട്ടിൽ ഓൾറെഡി ഈ സാധനം ഉണ്ട്. ഞാൻ അതിനെ എടുത്ത് അറിയാതെ സിനിമയല്ല നമ്മൾ ചുറ്റുവട്ടം ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സിനിമ വരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സിനിമ കണ്ടല്ല ഞാൻ എൻ്റെ ഇഷ്ടം തോന്നിയത്. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തു. ഈ ക്യാമറയ്ക്കകത്തൊരു എറർ സംഭവിച്ചു. ഇടയ്ക്ക് എത്രയോ ഫ്രെയിംസ് മിസ്സായി. എന്നിട്ട് വീണ്ടും ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് കട്ടല്ല, ഇതിന് മുമ്പിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ആ ഫ്രെയിമിൽ നിന്ന് ഔട്ടായി. അപ്പം ഞാനിത് റീപ്ലേ ചെയ്യുമ്പോൾ ഇത് ഒറ്റ ക്ലിപ്പായിട്ടാണ് നോക്കിയപ്പോഴത്തേക്കും ആൾ അവിടുന്ന് സിനിമയുടെ മാജിക്. അന്ന് ഇത് കണ്ടപ്പം ഇത് എന്തോ ക്യാമറയ്ക്കകത്ത് സംഭവിച്ചു, അത് കാരണം ഇത് സംഭവിച്ചു. അപ്പം ഞാനിത് വിചാരിച്ചു ഇത് എങ്ങനെ ഇത് റീക്രിയേറ്റ് ചെയ്യും, നമ്മളിങ്ങനെ ഇനി ഇത് ചെയ്യും. അപ്പം തന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സിസ്റ്റം കിട്ടുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ സിസ്റ്റം കിട്ടുന്നതിൻ്റെ. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് ഞാൻ എന്ത് ഇട്ടാൽ ഇപ്പം ആളുകൾക്കറിയാം, എടാ പ്രീമിയർ ഇടുക അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇടുക, അത് ഇടുക എന്നൊക്കെ പറയാം. അപ്പം അന്ന് എനിക്കായിട്ടൊരു ക്യാമറ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് ഈ വീഡിയോ ക്യാമറയ്ക്കകത്ത് 3 മെഗാ പിക്സൽ, ഇത് പറയുമ്പോഴേക്കും എനിക്ക് അറിയാം 3 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ ക്യാമറയും വീഡിയോ ക്യാമറയുടെ റെസൊല്യൂഷൻ പോലും എനിക്ക് ഓർമ്മയില്ല, വളരെ 3GB വല്ലതായിരിക്കും. എനിക്കായിട്ടൊരു ക്യാമറ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ സോണിയുടെ അത് ഇതൊക്കെ കാണിക്കുമ്പോൾ അതിനകത്തൊക്കെ ഈ 2.5, 3 ഉള്ളൂ. ആരും കേട്ടില്ലാത്തൊരു ചൈനീസ് ബ്രാൻഡ് കാണിച്ചു, ഇതിനകത്ത് 6 മെഗാ പിക്സൽ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് മതി, വിലയും കുറവ്, 6 മെഗാ പിക്സലിനുള്ള കൂടുതലായി. നമുക്കറിയത്തില്ല ചൈനക്കാർ പറ്റിക്കുന്നത് അത് തന്നെ മതി എന്ന് പറഞ്ഞാൽ അത് മേടിച്ചു. അത് മേടിക്കുമ്പോഴത്തേക്കും ക്യാമറയുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഈ സോഫ്റ്റ്വെയർ ഇടുമ്പോൾ അതിനകത്ത് ഒരു 10-12 എഫക്ട്സ് ഉണ്ട്. ഇതുപോലെ പിന്നെ ഈ ചോര വലിച്ചു വരുന്ന ടെക്സ്റ്റ് എഴുതുമ്പോൾ അതിൽ നിന്ന് ചോര വലിച്ച് അങ്ങനെ കുറേ എഫക്ട്സ്. അപ്പം ഞാൻ ഈ എഫക്ട്സുകളെല്ലാം വെച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമ എഴുതുന്നത്. ഈ ക്യാമറ ഈ സോഫ്റ്റ്വെയറിനകത്ത് എന്തൊക്കെ എഫക്ട്സ് ഉണ്ടോ ഇതെല്ലാം എൻ്റെ സിനിമയ്ക്കകത്തോട്ടാണ്. മനസ്സിലായി. അതാണ് ആദ്യത്തെ സിനിമയും. ഞാൻ എടുക്കുമ്പോൾ ആളുകൾ അപ്രത്യക്ഷമാക്കാൻ എനിക്കറിയാം, ചോര വലിക്കുന്നു, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ഹൊറർ പടം ഉണ്ടാവില്ല. എനിക്കിത് പറയുമ്പോഴല്ലോ എൻ്റെ മനസ്സിലെന്താ അറിയോ, നിങ്ങൾ വിനീത് മാധവനും ഞാൻ മറ്റേ സംഗീത് പ്രധാന ക്യാരക്ടറാണ്. മനസ്സിലായത്? അതായത് ഒരു സംഗീത് പ്രധാന ആ സിനിമയിൽ വരെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് വിനീത് മാധവ് നിങ്ങളുടെ ഷോർട്ട് ഫിലിംസ് ആണ് എന്റെ നിങ്ങളുടെ ഫാനാക്കി ഈ സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചത് പറഞ്ഞാല്, ഞാൻ ആക്ച്വലി നമ്മള് പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് എന്താണ് നമ്മുടെ ആഗ്രഹം എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്കൊന്നും എഴുതാനില്ല. കാരണം ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്താവാന് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. കാരണം നമ്മുടെ ലൈഫിൽ കുട്ടിക്കാലത്ത് നമുക്ക് അത്ര വലിയ നമ്മൾ വളർന്ന സാഹചര്യത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു വാണ്ടില്ല. അതായത് ഇപ്പം എനിക്കൊരു നല്ല ഡ്രസ്സ് വേണം, അങ്ങനെ ഒന്നും ആഗ്രഹമില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് എല്ലാ സമയത്തും കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ നീഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ചെറുപ്പം പോലെ ആൾക്കാർ ചോദിക്കും എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്കതൊന്നും ആവണ്ട. കാരണം നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ എന്താകുമെന്ന്, അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ ചുറ്റുപാടുള്ളവർ നോക്കുമ്പോൾ എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഉത്തരം കൊടുക്കണമല്ലോ. എന്നാൽ എഞ്ചിനീയർ എന്ന് പറയാം, ഇല്ലേ ഡോക്ടർ എന്ന് പറയാം. പക്ഷെ നമ്മളിതൊന്നും ആവത്തില്ല, നമുക്കറിയാം. കാര്യം എനിക്ക് അതിലും താല്പര്യമില്ല, ഒന്നും ആവാനും താല്പര്യമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ +1 ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഇതേ ചോദ്യം വീണ്ടും നമ്മുടെ മുമ്പിൽ എത്തുന്നത്. എന്താവണമെന്ന് ഫസ്റ്റ് ഡേ നമ്മളോട് ചോദിക്കുന്നത് എന്താവണമെന്ന് എഴുതാൻ പറയുന്നു. എനിക്കൊന്നും എഴുതാനില്ല. അപ്പം ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരുത്തിന് എഴുതുന്ന എഞ്ചിനീയറാണ്. അവൻ CBSE പഠിച്ചതാണ്, ഞാൻ സ്റ്റേറ്റ് സിലബസ്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമായിരിക്കും. ഞാൻ നോക്കുമ്പോൾ നല്ല ഇംഗ്ലീഷ് എഴുതി ഞാൻ കോപ്പി അടിച്ചിട്ട് ഈ എഞ്ചിനീയറാണ്. കാരണം എനിക്കറിയാം ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ടീച്ചർ ഇവനൊക്കെ എഞ്ചിനീയർ ആവില്ല, അതൊന്നും ടീച്ചർ 10 വർഷം കഴിഞ്ഞ് ചെക്ക് ചെയ്യാനൊന്നും വരത്തില്ല. അപ്പം പിന്നെ കൊടുക്കാന്നുള്ള കൊടുത്തു. പക്ഷേ 2 വർഷത്തിന് ശേഷം, അതായത് +2ൻ്റെ ലാസ്റ്റ് ഡേ ഇതേ ടീച്ചർ വന്നിട്ട് വീണ്ടും ഒരു പേപ്പർ പേന എടുക്കാൻ പറഞ്ഞു, എന്താവണമെന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഈ ഫിലിം മേക്കർ ആവണം, ഒരു സ്റ്റോറി ടെല്ലർ ആവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ എഴുതി. അത് ഈ 2 വർഷത്തെ സഹവാസം, അതായത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവനാണ് ആക്ച്വലി ഫിലിം മേക്കർ ആവണമെന്ന് ആഗ്രഹിച്ചത്. ഇപ്പോൾ ദുബായിൽ കുടുംബവും കുട്ടികളുമായിട്ട് അറബിയുടെ ഗിൽ പണിയെടുക്കുന്നു. സിനിമ എടുത്താൽ ഞാൻ മാനേജർ ആവും. അതെ, ഞാൻ സിനിമ എടുക്കുമ്പോൾ എൻ്റെ മാനേജർ ആവാൻ വേണ്ടി ഇപ്പൊ ദുബായിൽ പണിയെടുക്കുകയാണ് അവൻ. അപ്പൊ അവന്റെ ആഗ്രഹമായിരുന്നു ഫിലിം മേക്കർ ആവണം എന്നുള്ളത്. അവനോടൊപ്പം നടന്ന് ഇവൻ കഥ പറയും, നല്ലപോലെ നരേറ്റ്. അപ്പൊ ആ കഥ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് എനിക്കും കഥ ഉണ്ടാക്കണം. ഞാൻ വീട്ടിൽ പോയിരുന്ന് കണ്ട ഇംഗ്ലീഷ് പടങ്ങളെ കണ്ടേച്ച് ഇവന്റെ അടുത്ത് വന്നിട്ട് ഈ കഥ ഇങ്ങനെ ചെറുതായി പറയും. അപ്പൊ ഇവൻ കേൾക്കുമ്പോൾ ഓ സൂപ്പർ കഥ. 2 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഈ പടം കണ്ടേച്ച് വന്നിട്ട് പറയാണ് ഇത് മറ്റേ പടത്തിന്റെ കഥ എന്താണെന്ന് ചോദിക്കും. അപ്പോഴേക്കും പടവായോ? അപ്പോഴേ അത് പൊളിച്ച്. അല്ല, ഈ എലമെന്റിൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ എലമെന്റ് എനിക്ക് സിനിമ മിസ്സിംഗ് ആയിരുന്നു. അതായത് നീ ഇപ്പം ഈ കഥ പറയുന്നതിൻ്റെ ഒരു രസമില്ല. അതായത് ഞാനും പേഴ്സണലി അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഡെയിലി പക്ഷെ അന്ന് സിനിമയില്ല,
നമ്മൾ ഡെയിലി ക്ലാസ്സിൽ പോയി ഒരു കഥ പറയണം. തിരിച്ച് വീട്ടിൽ വന്നാൽ ഈ പഠിക്കുന്നതോ സബ്ജക്റ്റ് ഇതൊന്നും എൻ്റെ തലയില്ല. നാളെ ഒരു കഥ ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞ് ചുറ്റും കേൾക്കാനിരിക്കുന്ന 4-5 ആളുകളെ ഞെട്ടിക്കണം. ഇവർ കേട്ടിട്ട് കൊള്ളാന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടും. ആ ഹൈക്ക് വേണ്ടി പിന്നെ മെയിൻ ആയിട്ട് ഞാനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിഷ്ണു, ഞങ്ങൾ രണ്ടുപേരും ഓരോ കഥയായിട്ട് വരും. അവന്റെ കഥയെ വെട്ടണം. എനിക്ക് എന്റെ സംഭവം, എന്റെ ഫ്രണ്ടിന്റെ പേര് മനു മോഹൻദാസ്. ഇവൻ കഥ പറയും, നന്നായിട്ട് നരേറ്റ് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് നരേറ്റ് ചെയ്യും. അപ്പൊ ഇവന്റെ നരേഷനെ കവച്ചു വെക്കണം, അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ എന്റെ കയ്യിൽ കവച്ചു വെക്കാനുള്ള കഴിവില്ല. പകരം എന്താ ചെയ്യുന്നത്, ഈ അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത ഐഡിയാസ് കൊണ്ടുവരാം. ഏതാ കേൾക്കുമ്പം വാവൂന്ന് തോന്നുന്ന ഐഡിയാസ് വേണം. ഏതാ സിമിലർ സാധനം. അതുകൊണ്ടാണ്, കാരണം അവന് നോർമൽ കഥയാണെങ്കിൽ നല്ലപോലെ നരേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിൽ അത്ര സംഭവം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരെ കുറച്ച് ഞെട്ടിക്കുന്ന ലെവൽ ഓഫ് എന്തെങ്കിലും ഒരു സംഭവം പറയണം. അതായത് നമ്മൾ ഹുക്ക്, അവിടെ നിന്നാണ് ഈ കഥ പറഞ്ഞ് എനിക്ക് ഈ ഹുക്ക് ചെയ്യാന്നുള്ള എലമെന്റിലേക്ക് എപ്പോഴും വന്നെത്തുന്നത്. ഞാൻ ബേസിക്കലി എന്താണ് ഇവൻ പറയുന്ന കഥയ്ക്കകത്ത് മനുഷ്യ മനസ്സുകളുടെ നൈർമല്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അവന്റെ, ഞാൻ എപ്പോഴും സാഹിത്യം വളരെ ഹൈ, കാരണം അവൻ ഒരുപാട് വായിക്കും. അപ്പൊ ആ വായന എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കഥകളിൽ സാഹിത്യം കാണും, മിക്കവാറും ഒരു പുഴ കാണും, അതിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു മാഷ് കാണും, ഈ സാധനമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ കളിയാക്കും. ഞാൻ കൊണ്ടിരുന്ന എന്തോ സൂപ്പർ ഹീറോ, ഡിനോസർ വരുന്നു, ഈ സാധനം ഞെട്ടിയ ഈ സാധനം എനിക്ക് വേണം. ബഹളമായിരിക്കും, പക്ഷെ അതെ. ഇപ്പൊ ഞാൻ മമ്മി കണ്ടിട്ട് വന്നിട്ട് കേരളത്തിൽ പണ്ടൊരു ഫറവോ വരികയാണ്. ഇവർക്ക് മുമ്പ്, ആർക്ക് മുമ്പ്, വാസ്കോഡ ഗാമയ്ക്കൊക്കെ മുമ്പേ ഒരു ഫറവോ കേരളത്തിൽ വന്നു. പുള്ളി തിരിച്ചു പോകാൻ പറ്റില്ല, പുള്ളി മരിച്ചിട്ട് പുള്ളി ഇവിടെ അടക്കുന്നു. അപ്പൊ അടക്കുമ്പോൾ ഇവിടെ ഒരു കാട്ടിനുള്ളിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ കാട്ടിനുള്ളിൽ പുള്ളിക്ക് ഒരു ചെറിയ പിരമിഡ് ഉണ്ടാക്കി കൊടുത്തു. പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ നിധി തേടി ആൾക്കാർ പോകുന്നു. ഇങ്ങനത്തെ കഥയൊക്കെ പറയുന്നത്. ഇത് ശരിക്കും മമ്മി തന്നെ അടിച്ച് ഇവിടെ കൊണ്ടിട്ട് കേരളത്തിൽ ഒരു കാട്ടിക്കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഇൻസ്പിറേഷൻ. അതെ, ഇങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലി കഥ പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ കഥ പറഞ്ഞാണ് നമ്മുടെ കഥ പറയുന്നത്, നമ്മുടെ ബയസുകളുടെയും ടേസ്റ്റും ബിൽഡ് ചെയ്തേക്കുന്നത് അവിടുന്ന്. പിന്നെ ഞാൻ കഥ പറയാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ എലമെന്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്യാൻ. ഇപ്പം അന്നും ഈ ഇൻട്രോവേർട്ടഡ് ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ സ്റ്റേജിൽ കയറിയത് പാട്ട് പാടാൻ വേണ്ടി ചോദിക്കുമല്ലോ, നിങ്ങൾ ആരൊക്കെ എന്തിനൊക്കെ പങ്കെടുക്കുന്നു, അത്രയും കാലം അതിൻ്റെ പ്രാക്ടീസിന് പോകാമെന്നൊരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് മറ്റാളുകളെ ഫേസ് ചെയ്യാതെ എന്തിനൊക്കെ പങ്കെടുക്കാം. ഞാൻ കവിത എഴുതും, കഥ എഴുതും, എസ്സേ എഴുതും, എഴുത്തിൻ്റെ എല്ലാം ഞാൻ ജോയിൻ ചെയ്യും. എന്നിട്ട് കുത്തിയിരുന്ന് ഇതുവരെ കഴിഞ്ഞ മത്സരങ്ങൾ വിജയിച്ച 6 കഥകൾ എന്ന് പറഞ്ഞ ബുക്ക് മേടിക്കും. എന്നിട്ട് ഈ ബുക്കിനകത്ത് വായിക്കുന്ന എല്ലാവരും വായിക്കും. എന്നിട്ട് അതിൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ എലമെൻറ്റ് മിക്സ് ചെയ്തിട്ട് പുതിയൊരു കഥ ഉണ്ടാക്കി എഴുതും. എനിക്ക് മിക്കവാറും സമ്മാനവും കിട്ടുമായിരുന്നു. അവിടുന്നാണ് ഈ എഴുത്ത് എന്നൊരു എലമെൻറ്റ് വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് സിനിമ എന്ന മേഖലയിൽ എത്തുന്നത്. അതിനു മുമ്പ് ഈ കഥ പറച്ചിൽ, എഴുത്ത്, ഈ സാധനമൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റുകൾ. അതും ഈ പറയുന്ന പോലെ ഭാവിയിൽ സിനിമാക്കാർ ആ എലമെൻ്റ് ഇല്ല ഇതിനകത്തെ. മറ്റേ വിനീതിനെ പോലെ എങ്ങനെ ഞെട്ടിക്കണം ആ എലമെൻ്റ് ഇല്ല.